ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഹൃദയം ശുദ്ധമല്ലേ അപകടം പതിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഇത് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന, അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് താക്കീത് നൽകുന്ന ഒരു കാര്യമായിട്ട് കാണാൻ പറ്റും. ഏതാനും വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ ഒരു ശിമയോനെക്കുറിച്ച് അവിടെ പറയപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അവൻ പത്രോസിൻ്റെ അടുത്ത് വന്നു. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ കരങ്ങൾ വഴി ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. ഇത് കണ്ടുകൊണ്ടിരുന്നവനാണ് ശിമയോൻ. അവനൊരു മജീഷ്യൻ എന്ന് വേണം പറയാം. അവൻ വന്നിട്ട് പത്രോസിനോട് പറയാണ്, ഞാൻ നിനക്ക് പണം തരാം, ഇഷ്ടം പോലെ പണം തരാം, എനിക്ക് നീ ഇവിടെ ചെയ്തതുപോലെ ചെയ്യാനുള്ള വരം തരണം. പണം കൊടുത്ത് വരം വാങ്ങിക്കാൻ നോക്കിയവൻ അവൻ്റെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ സമ്പത്ത് ഈ തൊട്ട് നിന്നോട് കൂടെ നശിക്കട്ടെ, നിൻ്റെ ഹൃദയം ശുദ്ധമല്ല, നീ അനുദപിച്ചാൽ വരാനിരിക്കുന്ന ഈ നാശത്തിൽ നിന്നും ഒരുപക്ഷെ നിനക്ക് മോചനം ലഭിച്ചേക്കാം. അതിന് നീ അനുദപിക്കുക, നിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് പത്രോസ് അവർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൃദയം ഒരാലയമാണ്, ദേവാലയം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ കാണേണ്ടത് ഒരാലയമായിട്ട്, പള്ളിയായിട്ട് നമ്മൾ കാണണം. 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം, 2 കൊറിന്തോസ് 6:14 വചനം, ഇവിടെ എല്ലാം പറയപ്പെട്ടിരിക്കുന്നത് ഹൃദയം ഒരാലയമാണ്, ദൈവം വസിക്കുന്ന ആലയം, ദേവാലയം. ആ രീതിയിൽ ഹൃദയത്തെ നമ്മൾ കാണണം. 1 കൊറിന്തോസ് 3:17 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. വിശുദ്ധമായിരിക്കേണ്ട ഹൃദയത്തെ അശുദ്ധമാക്കിയാൽ എന്തു വരാം? നാശം വരാം. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 93-ന്റെ 5-ാമത്തെ വചനവും എസെക്കിയേൽ 43-ന്റെ 12-ാമത്തെ വചനവും, ഈ 2 വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആലയ നിയമം? ആലയത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളും പരിസരവും ശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ വ്യാപാരങ്ങൾ, അവയെല്ലാം ശുദ്ധമായിരിക്കണം എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. പുറപ്പാട് 3-ാം അധ്യായം 5-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മോശയ്ക്ക് ദൈവം കൊടുത്തൊരു നിർദ്ദേശം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് നിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റുക. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ ചെരുപ്പ് ഊരുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ അശുദ്ധിയും നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റണം. അങ്ങനെ വിശുദ്ധ ഹൃദയത്തോടെ ദേവാലയത്തിൽ പ്രവേശിക്കാനും ബലിയർപ്പിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. രണ്ടാമതാണ് നമ്മൾ ചിന്തിക്കുന്നത്, വിശുദ്ധിയുടെ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. വലിയ സംഭാവനയാണ് വിശുദ്ധി നമ്മൾക്ക് പ്രദാനം ചെയ്യുക. നമ്മൾ വിശുദ്ധരായി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടം വളരെ വലുതായിരിക്കും എന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. വിശുദ്ധരാകാൻ വേറെ എന്ത് വേണം? വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുക. ജ്ഞാനം 5:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി അജയമായ ഒരു പരിചയാണ്. പരിച നമുക്ക് ഒരുപാട് സംരക്ഷണം നൽകുന്ന കാര്യമാണ് എന്ന് നമുക്ക് അറിയാം. മത്തായി 5:8 വായിച്ചാൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വെളിപാട് 14:1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിൽ. അവരെത്രയുണ്ടായിരുന്നു? 1,44,000 പേര്. ഒരാരായിരുന്നു? ബ്രഹ്മചാരികൾ. സ്ത്രീകളോട് ചേർന്ന് മലിനമാകാതിരുന്ന ബ്രഹ്മചാരികൾ. അവരാണ് കുഞ്ഞാടിനോട് ഏറ്റവും അടുത്ത് നിന്നത്. അവർക്കാണ് ഒരു ഗാനം അത് പഠിക്കാനും പാടാനും സാധിച്ചത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യെശയ്യാ 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. വിശുദ്ധീകരണം കഴിഞ്ഞപ്പോഴേ യെശയ്യാ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും ശുശ്രൂഷയ്ക്ക് പോകാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന യെശയ്യായെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, വിശുദ്ധി കവരുന്ന ചില കാര്യങ്ങളായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഫെബ്രുവരി 12, 14, 15 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. ഈ വിശുദ്ധി കവരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഇടയിൽ വിദ്വേഷം മനസ്സിൽ, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നത് നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ അശുദ്ധമാക്കും.
ജെറമിയ 23:28 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പതിരും ഗോതമ്പും തമ്മിൽ എന്ത് ബന്ധം? അതുപോലെ തന്നെയാണ് വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അശുദ്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നിടത്തോളം കാലം വിശുദ്ധരായി ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. 2 കൊരിന്തോസ് 6:14 വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, നീതിയും അനീതിയും തമ്മിൽ എന്ത് ബന്ധം? ഹെബ്രായ ലേഖനം 12:15 നമ്മൾ കണ്ടു, വിദ്വേഷം നമ്മെ അശുദ്ധരാക്കും. എസെക്കിയേൽ 23 വായിച്ചാൽ വിഗ്രഹാരാധന നമ്മെ അശുദ്ധരാക്കും. അതുപോലെ തന്നെ 2 മക്കബായർ 12-ാം അധ്യായം വായിച്ചാൽ അശുദ്ധ വസ്തുക്കൾ കൈവശം വെക്കുന്നത് നമ്മെ അശുദ്ധരാക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 19:19 അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അഗ്നിയിലേക്ക് അവരെ വലിച്ചെറിയുന്ന, അഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. അവസാനമായിട്ട് ലൈംഗിക വൈകൃതങ്ങൾ അവ നമ്മെ അശുദ്ധരാക്കും എന്നുള്ളത് എസെക്കിയേൽ 23:20-21 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയത്തെ ഒരാലയം പോലെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.